Dear students, very good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡിറ്റി റേഷ്യോസിൻ്റെ ഫോർമുലാസ് നോക്കി അല്ലേ. ലിക്വിഡിറ്റി റേഷ്യോസ് നമുക്ക് മൂന്നെണ്ണം ഉണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഫോർമുലാസ് നോക്കി അല്ലേ. ഇനി നെക്സ്റ്റ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഗോ ത്രൂ ചെയ്യൂ. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് MNP Limited, calculate liquidity ratios and interpret the short-term financial position of the company. അപ്പോൾ ഇതിൽ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബാലൻസ് ഷീറ്റ് ഓഫ് MNP ലിമിറ്റഡ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി റേഷ്യോസിൽ ഏതാണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസിൽ മൂന്നെണ്ണം ഉണ്ട് അല്ലേ. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഏതാണ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ദേ ഹാവ് സിംപ്ലി സെറ്റ് ആസ് ലിക്വിഡിറ്റി റേഷ്യോസ് മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്ന് റേഷ്യോസ് നമ്മൾക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ. വെറുതെ ഇത് കണ്ടുപിടിച്ചാൽ മാത്രം മതിയോ, ഫോർമുലാസ് വെച്ചിട്ട് ലിക്വിഡിറ്റി റേഷ്യോസ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? അതുപോലെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇൻ്റർപ്രറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അനലൈസ് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് എക്സ്പ്ലനേഷൻ ചെയ്യണം. അതിനാണ് ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ആസ് എ 31 March 2016 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് സൈഡും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ലയബിലിറ്റീസ് സൈഡിൽ എന്തെല്ലാം തന്നിരിക്കണം നോക്കൂ. ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 2,40,000, റിസർവ്സ് 50,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് 60,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 90,000, ബിൽസ് പേയബിൾ 20,000. ഇനി അസറ്റ് സൈഡിൽ എന്തെല്ലാം ഉണ്ട് നോക്കൂ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,50,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 1,20,000, സൺട്രി ഡെറ്റേഴ്സ് 60,000, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 40,000, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് 10,000. നൗ ബാലൻസ് ഷീറ്റ് ടോട്ടൽ എത്രയാണ്, അസറ്റ് സൈഡ് ആൻഡ് ലയബിലിറ്റി സൈഡ് ടോട്ടൽ 4,60,000. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസിൽ ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് റേഷ്യോ അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണ്, കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഫോർമുല കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് അസറ്റ്സ് ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നോക്കാം. കറണ്ട് അസറ്റ്സിൽ ഏതൊക്കെ വരുന്നത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുമോ? ഇല്ല, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്, അപ്പോൾ ഇതെടുക്കില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി വരുമോ? വരില്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് എ ഫിക്സഡ് അസറ്റ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് എന്താണ്, കറണ്ട് അസറ്റ് ആണ്, അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് എടുക്കണം. സൺട്രി ഡെറ്റേഴ്സ് എന്താണ്, കറണ്ട് അസറ്റ്സ് ആണ്, അപ്പോൾ സൺട്രി ഡെറ്റേഴ്സും എടുക്കണം. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്താണ്, കറണ്ട് അസറ്റ്സ് ആണ്, അതും എടുക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് എന്താണ്, കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഈ 4 ഐറ്റമാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, കറണ്ട് അസറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 4 ഐറ്റം നമുക്ക് എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, കറണ്ട് അസറ്റ്സ് കിട്ടി. ഏതൊക്കെയാണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സൺട്രി ഡെറ്റേഴ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക്. അപ്പോൾ ഈ 4 ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. നോക്കുക, ഈ 4 ഐറ്റത്തിൻ്റെ എമൗണ്ട് നോക്കുക. 1,20,000, 60,000, 40,000, 10,000. ഈ 4 ഐറ്റംസ് നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, എവിടെയാണ് വരുന്നുണ്ടാവുക, ലയബിലിറ്റി സൈഡിലാണ് വരുന്നുണ്ടാവുക. ഷെയർ ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റി ആണോ? അല്ല, അത് ലോങ് ടേം ക്യാപിറ്റൽ ആണ്, അതല്ല. റിസർവ്സ് വരുമോ? ഇല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറണ്ട് ലയബിലിറ്റി ആണോ? അല്ല, അപ്പോൾ ഇതും എടുക്കില്ല. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ്, കറണ്ട് ലയബിലിറ്റി ആണ്. ബിൽസ് പേബിൾ എന്താണ്, കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഈ 2 ഐറ്റം ആണ് നമുക്ക് എന്തിൽ വരുന്നത്, കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്, സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. അപ്പോൾ ഇവിടെ കറണ്ട് ലയബിലിറ്റിയിൽ നമുക്ക് ഏതെല്ലാം എടുക്കണം, സൺട്രി ക്രെഡിറ്റേഴ്സ് എത്രയാണ്, 90,000, ബിൽസ് പേയബിൾ 20,000. Now we want to add it അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് ഈ 4 ഐറ്റംസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഈ 4 ഐറ്റംസ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, 1,20,000 പ്ലസ് 60,000 പ്ലസ് 40,000 പ്ലസ് 10,000. ഈ 4 ഐറ്റം പ്ലസ് ചെയ്യുന്ന സമയത്ത് 2,30,000 വരുന്നുണ്ട്. ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ഈ 2 ഐറ്റംസ് 90,000 പ്ലസ് 20,000 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 1,10,000. ഓക്കെ,
അപ്പോൾ ഇവിടെ ടോട്ടൽ റേഷ്യോ നോക്കുക 2,30,000 ഡിവൈഡഡ് ബൈ 1,10,000 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് 2.09:1. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഷ്യോ എന്താണ് 2.09:1. അപ്പോൾ കറണ്ട് റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇൻ്റർപ്രിട്ടേഷൻ. റേഷ്യോ കിട്ടിക്കഴിഞ്ഞു, ഇനി അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം അല്ലേ, ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് എത്രയാണ് 2:1 ആണ് ഐഡിയൽ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ദാറ്റ് ഈസ് മോർ ദാൻ 2 വന്നിട്ടുണ്ട്. മോർ ദാൻ 2 പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ദാറ്റ് ഈസ് വി ഹാവ് അറ്റൈൻ ദ സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീങ് വി ഹാവ് അറ്റൈൻ ദ സ്റ്റാൻഡേർഡ്, നമ്മളുടെ ദാറ്റ് ഈസ് ലിക്വിഡിറ്റി പൊസിഷൻ പറയുന്നത് എന്താണ്, സ്ട്രോങ് ആണ്. കറണ്ട് റേഷ്യോ അബോവ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, ഈസ് സ്ട്രോങ്. നമുക്ക് ലിക്വിഡിറ്റി പൊസിഷൻ സ്ട്രോങ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോ നോക്കാം. ഈ ലിക്വിഡ് റേഷ്യോയുടെ വേറൊരു പേരാണ് എൻ്റെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്താണ്, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇനി ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിക്വിഡ് അസറ്റ്സ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലേ. സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ലിക്വിഡ് അസറ്റ്സ് കിട്ടി. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കറണ്ട് അസറ്റ്സ് എത്രയാണ് 2,30,000. അപ്പോൾ ഈ 2,30,000 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, സ്റ്റോക്ക് മൈനസ് ചെയ്യുക. ഇവിടെ നോക്കൂ, സ്റ്റോക്ക് ഇവിടെ എത്രയാണ് 1,20,000. സോ 2,30,000 1,20,000 നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 1,10,000 അല്ലേ. ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടോ മൈനസ് ചെയ്യാൻ, ഇല്ല. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഇല്ല, ഓൺലി സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സ് ദാറ്റ് ഈസ് 2,30,000 എന്നുള്ള കറണ്ട് അസറ്റ്സിന് നമ്മൾ എന്തു മൈനസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് സ്റ്റോക്ക് ഇവിടെ എത്രയാണ് 1,20,000. സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞു. സോ വി ഗോട്ട് ലിക്വിഡ് അസറ്റ്സ് ആസ് 1,10,000. അപ്പോൾ നമ്മുടെ ലിക്വിഡ് അസറ്റ് കിട്ടിയിട്ടുണ്ട് 1,10,000. ഇനി ലിക്വിഡ് അസറ്റ് കാണാൻ വേറൊരു ഫോർമുല വേറൊന്നും കൂടി ഉണ്ട്, എന്താണ്, സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലാതെ ബാക്കിയുള്ള അസറ്റ്സ്. ഇവിടെ ടോട്ടലി 4 അസറ്റ്സ് ഉണ്ട്. അതിൽ സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3 അസറ്റ്സിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, 3 കറണ്ട് അസറ്റ്സിനെ പ്ലസ് ചെയ്താൽ മതി. സൺഡ്രി ഡെറ്റേഴ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക്. ഇത് 3 കൂടെ പ്ലസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ലിക്വിഡ് അസറ്റ്സ് കിട്ടി. അപ്പോൾ ലിക്വിഡ് അസറ്റ്സ് എത്രയാണ് 1,10,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടോ, നോ ചേഞ്ചസ്. കറണ്ട് ലയബിലിറ്റി എത്രയാണ് 1,10,000. സോ ഇവിടെ നമ്മൾ ഫോർമുല നോക്കുകയാണെങ്കിൽ ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്താണ്, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ലിക്വിഡ് അസറ്റ്സ് ഇവിടെ എത്രയാണ് 1,10,000, കറണ്ട് ലയബിലിറ്റി എത്രയാണ് 1,10,000. സോ 1,10,000 ഡിവൈഡഡ് ബൈ 1,10,000. സോ നമ്മുടെ റേഷ്യോ എത്ര കിട്ടി, 1:1. നമ്മുടെ റേഷ്യോ 1:1. നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ ഇവിടെ എത്രയാണ് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയാണ് 1:1. അപ്പോൾ ഇവിടെയും സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റൈൻ ചെയ്തിട്ടുണ്ട്. സോ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റേഷ്യോ ഓഫ് 1:1 എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്, നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ ഈ ലിക്വിഡ് റേഷ്യോ നോക്കിയാൽ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, സ്ട്രോങ് തന്നെയാണ്. ഇനി തേർഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തേർഡ് റേഷ്യോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ കറണ്ട് റേഷ്യോ, സെക്കൻഡ് വൺ ലിക്വിഡ് റേഷ്യോ, തേർഡ് വൺ പറയുന്നത് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് പൊസിഷൻ റേഷ്യോ. അപ്പോൾ അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്താണ്, അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. സോ അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല എന്താണ്, ദാറ്റ് ഈസ് അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റിൽ എന്തെല്ലാമാണ് എടുക്കേണ്ടത്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ക്യാഷ് ഇൻ ഹാൻഡ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഈ 2 ഐറ്റമാണ് നമ്മുടെ എന്താണ് അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക്. സോ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 40,000 പ്ലസ് 10,000 പറയുമ്പോൾ എത്രയാണ് 50,000. സോ നമ്മൾക്ക് അബ്സൊല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 50,000. ഇനി കറണ്ട് ലയബിലിറ്റിയിൽ വല്ല ചേഞ്ചസ് ഉണ്ടോ, നോ. കറണ്ട് ലയബിലിറ്റി ആസ് എ 1,10,000 തന്നെയാണ്, 1,10,000.
സോ നമ്മളുടെ റേഷ്യോ എത്ര വന്നു? 50,000 ഡിവൈഡഡ് ബൈ 1,10,000 ചെയ്തപ്പം നമ്മുടെ റേഷ്യോ എത്രയാണ്? 0.5:1 അല്ലേ? 0.5:1. ഇനി നമ്മുടെ അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എത്രയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു? സ്റ്റാൻഡേർഡ് either 1:2 അല്ലെങ്കിൽ 0.5:1 അല്ലേ? 0.5:1 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? 0.45:1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ? അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയിൽ ഇല്ല. അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോയിൽ കമ്പനി ഫെയിൽ ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ്. കമ്പനി എന്താണ്? ഫെയിൽ ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പോൾ ഈ അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്താണ്? സ്റ്റാൻഡേർഡ് ഫെയിൽ ചെയ്തു. വേറസ് കറണ്ട് റേഷ്യോ ആൻഡ് ലിക്വിഡ് റേഷ്യോ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. ഇൻ്റർപ്രിട്ടേഷൻ എന്താ പറഞ്ഞിരിക്കണം നോക്കൂ. കറണ്ട് റേഷ്യോ ഈസ് 2.09. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് അഡിക്വേറ്റ് ആണ്, കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ദെർഫോർ ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ഈസ് സാറ്റിസ്ഫാക്ടറി. നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്താണ്? സാറ്റിസ്ഫാക്ടറി ആണ്, കാരണം നമുക്ക് സഫിഷ്യൻറ്റ് കറണ്ട് അസറ്റ്സ് ഉണ്ട്. സോ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് അസറ്റ്സ്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള കറണ്ട് അസറ്റ്സ് കമ്പനിയുടെ അടുത്ത് ഉണ്ട് എന്നാണ്. അപ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പനിയുടെ അടുത്ത് ഉണ്ട് എന്നാണ്, സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്താണ്? സാറ്റിസ്ഫാക്ടറി ആണ്. ഇനി ദ ലിക്വിഡിറ്റി റേഷ്യോ സാറ്റിസ്ഫൈ ദ സ്റ്റാൻഡേർഡ് നോംസ് ഓഫ് 1:1. ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കി. ദാറ്റ് ഈസ് ലിക്വിഡ് റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. 1:1 പറഞ്ഞ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ to the standard norms of 0.5:1. ഇനി അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഫെയിൽ ആണെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് നിയർ ബൈ എത്തിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയാണ്? 0.5:1 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 0.45 ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? 0.5 1 ഡിജിറ്റിലേക്ക് 2 ഡിജിറ്റിലേക്ക് ആക്കുമ്പോൾ 1 ഡിജിറ്റിലേക്ക് ആക്കുമ്പോൾ 0.5 വരുന്നുണ്ട് അല്ലേ? റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ നിയർ ടു ദ സ്റ്റാൻഡേർഡിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട് എന്താണ്? കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി ഈസ് എന്താണ്? ഗുഡാണ്, സ്ട്രോങ് ആണ് അല്ലേ? കാരണം രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. വേറസ് അബ്സൊല്യൂട്ട് ലിക്വിഡ് റേഷ്യോ നിയറസ്റ്റ് ടു ദ സ്റ്റാൻഡേർഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ പറയുന്നത് എന്താണ്? സ്ട്രോങ് ആണ്, ഗുഡാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.